എടാ വള്ളക്കാരാ, നിന്നെ തന്നെയാ വിളിച്ചത്. ഞാൻ നിന്റെ വള്ളക്കാരനൊന്നുമല്ല. ആരെയാടി നീ ഇടാന്ന് വിളിച്ചത്? മര്യാദയായിട്ട് സംസാരിക്കുക. ഈ പെട്ടി എടുത്ത് വെള്ളത്തിൽ വെക്ക്. വേണമെങ്കിൽ തന്നെ തന്നെ എടുത്ത് വെച്ചോളൂ. തലയ്ക്ക് വട്ടായിരിക്കും. കയറുന്നേ കയറ്, എനിക്ക് വേറെ ജോലിയുണ്ട്. ഞങ്ങളുടെ കാര്യസ്ഥന്റെ മകനാ. കേമ കണ്ടില്ലേ? ആ, കുറച്ച് ഗമയിലൊക്കെ തന്നെയാ. സൗകര്യം ഉണ്ടെങ്കിൽ കയറിയാ മതി. വാടി. വള്ളത്തിൽ ബഹളം ഉണ്ടാക്കാൻ നിൽക്കണം. വള്ളം തന്നെ തന്റെ വകയാണോടാ? വെള്ളത്തെ കുറിച്ച് എന്നോട് പറയണ്ട. നീ പോടാ. എടി രാധേ, നിന്റെ വീട്ടിൽ ഞങ്ങൾ വരുന്നില്ല. ഞങ്ങളെ കൊണ്ട് തിരിച്ചു വിട്ടേക്കും. സോറി ശാന്തി. നല്ലപോലെ അങ്ങോട്ട് ഇരിക്കോ. ഗോവിന്ദന്റെ കൈക്ക് തൂമ്പ പിടിച്ച താമ്പ ഇനി അമർത്തി നിൽക്കാൻ അങ്ങനെ നിന്നു. ഇല്ല ഗോവിന്ദ, നിന്റെ കൈക്ക് നല്ല മൃദുത്വമാ. വാസ്തവത്തിൽ എന്റെ മാധവി ഞെക്കുന്നതിനേക്കാൾ സുഖമുണ്ട്. എന്നാ പിന്നെ ഗോവിന്ദൻ ചേട്ടനെ അങ്ങ് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നല്ലോ. അയ്യോ കൊച്ചമ്മ, അങ്ങനെ എന്റെ കല്യാണം ആലോചിച്ചതാ. സ്ത്രീധനത്തോടെ ടാർഗത്തിൽ തെറ്റിപ്പോയതാണ്. കൊച്ചമ്മക്ക് ഇപ്പൊ 2 മക്കളല്ലേ ഉള്ളൂ. അങ്ങനെ എന്നെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പൊ ചുരുങ്ങിയത് 5 മക്കളുണ്ടായി. വേണമെങ്കിൽ ഗോവിന്ദൻ ചേട്ടൻ ഇനി പ്രസവിക്കാമല്ലോ. നീ പോടാ അവിടുത്തെ. കുഞ്ഞെ, ഈ ചെളി എങ്ങനെ പറ്റി? കുഞ്ഞാതിന് ഞാനെന്ത് പഴച്ചു? താനല്ല, തന്റെ മോൻ ചെയ്തതാ. ആരും സുരേന്ദ്രനോ? അവൻ എന്ത് ചെയ്തു? ചേട്ടാ, മോനില്ലേ, അയാൾ എന്നെ വെള്ളത്തിൽ പിടിച്ച് വെള്ളത്തിൽ തള്ളി. എന്റെ സൂട്ട്കേസ് പിടിച്ച് തലയിലൊക്കെ എന്തായി കേൾക്കുന്നത്? അങ്ങനെ ഞാൻ ഒന്നും അറിഞ്ഞതല്ലേ. ചേട്ടാ, അവനെ പോയി ഇപ്പൊ തന്നെ പല്ലടിച്ച് താഴെ ഇടണം. ഇല്ലടാ, അവള് പറയുന്ന കേട്ട് കടിക്കാൻ അങ്ങോട്ട് പോയേച്ചാ. ഒരു കാര്യമില്ലാണ്ട് സുരേന്ദ്രൻ അങ്ങനെ ചെയ്യില്ല. കൊച്ചമ്മേ, രാധക്കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വരാൻ വള്ളക്കാരൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവനെ പറഞ്ഞയച്ചത്. എടി, സത്യം പറ, എന്താ ഉണ്ടായത്? നീ അവനെ വല്ലതും പറഞ്ഞു? പറഞ്ഞാൽ തന്നെ അവന് ചെയ്യാൻ കൊള്ളാം. പോകുന്ന ചേട്ടൻ മിണ്ടാണ്ടിരി, അവള് പറയട്ടെ. അമ്മേ, ഞാൻ വള്ളത്തിൽ എഴുന്നേറ്റ് നിന്നു. അമ്മ അവൻ പറഞ്ഞു ഇരിക്കാൻ. ഞാൻ ചോദിച്ചു, നിന്റെ തന്റെ വള്ളമാണോടാന്ന്. പോരെ, വേറെ വല്ലൊരു വരുന്നെങ്കിൽ നിന്റെ കരണം അടിച്ചു പുകയ്ക്കുമായിരുന്നു. നീ ഒരു പെണ്ണല്ലേ, അവന്റെ തന്തയ്ക്ക് വിളിക്കാൻ കൊള്ളാമോ? പറഞ്ഞാൽ എന്താ, അവന് കേട്ടുകൂടെ? ഈ കുഞ്ഞുങ്ങൾ എന്റെ തന്തയ്ക്ക് പറഞ്ഞ് ഞാൻ കേൾക്കുമല്ലോ. അല്ലെങ്കിലും ഗോവിന്ദന്റെ മകൻ അഹങ്കാരിയാ. അവന്റെ അഹങ്കാരം ഞാൻ ഇന്ന് തീർത്തു തരാം. വേണ്ട കുഞ്ഞ്, ഞാൻ ചോദിക്കാം. ഇന്ന് അവന്റെ പല്ലടിച്ച് താഴെയിട്ടില്ലെങ്കിൽ ഞാൻ അവന്റെ തന്തയല്ല. ഗോവിന്ദ, ഗോവിന്ദ, എടാ സുരേന്ദ്ര, നീ എന്ത് തെമ്മാടത്തിലാണ് ആ രാധക്കുഞ്ഞിനോട് കാണിച്ചത്? തെമ്മാടത്തിനും കാണിച്ചത് അവളാ. അടിച്ചു നിന്റെ കരണക്കുറ്റി ഞാൻ പോച്ചു കളയും. അച്ഛനാണ് അവളെ വാക്കും കേട്ടോണ്ട് എന്റെ നേരെ ചാടുന്നത്. അവള് പെണ്ണാലോണ്ട് ഞാൻ വെറുതെ വിട്ടു. എടാ, ആ കുഞ്ഞ് എന്തെങ്കിലും പറഞ്ഞാൽ നിനക്കങ്ങ് ക്ഷമിച്ചൂടെ? കുഞ്ഞും തള്ളയൊക്കെ പറയുന്നത് അച്ഛനും കേട്ടോണ്ടാ മതി. എന്നെ കിട്ടൂല. ഗ്രഹപ്പഴക്കാടാ ഞാൻ നിന്റെ കയ്യിൽ വള്ളം തന്ന് പറഞ്ഞയച്ചത്. ആ, എന്നെ ഈ മാതിരി പണിക്കൊന്നും പറഞ്ഞയക്കണം. നീ പിന്നെ ആര്? ഗവർണറിന്റെ മോനോ? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, അച്ഛന് ജോലി നോക്കിയിട്ട്. നീ എന്തോ പറഞ്ഞത്? അച്ഛനച്ഛന് ജോലി നോക്കാനോ? അത് എന്നോടല്ല പറയേണ്ടത്, എന്റെ തന്തയോട് പറയണം.
അങ്ങനെ മീനൊന്നും കൊത്തുന്നില്ലല്ലോ. പിടയ്ക്കാതിരി. പണ്ടെന്റെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് ചൂണ്ട കയ്യിൽ എടുത്തെന്ന് അറിഞ്ഞാ മതി, വെള്ളത്തിൽ നിന്ന് മീൻ വന്ന് കരയ്ക്ക് വന്ന് ചൂണ്ടയിൽ കൊത്തും. അതെന്തക്കാലം. ഇപ്പോഴത്തെ മീനിന് നല്ലവനെയും നാരനെയും തിരിച്ചറിയാൻ പാടുണ്ടായിപ്പോയി. പാച്ചുള്ളേ, ഓ, താൻ ഈ ചൂണ്ടയിൽ തീനി ഒന്ന് കൊരുത്തില്ലയോ? അത് മറ്റവൻ കൊണ്ടുപോയി. എന്നാ ഒന്ന് കൊരുക്ക. പാച്ചുള്ളേ, എന്റെ മോതിരം വെള്ളത്തിൽ പോയി. മോതിരോ? ലബട്ടെ. ഞാൻ പോയി വലക്കാരെ വിളിച്ചോണ്ട് വരാം. താനൊന്ന് മുങ്ങി തപ്പി നോക്ക്. വേഗം ആട്ടെ. നാളെ എന്നെ ഒരാൾ പെണ്ണ് കാണാൻ വരുന്നു. വരട്ടെന്ന്. അവനെയും വെള്ളത്തിൽ ചാടിക്കുന്നത് ഞാൻ ഏറ്റു. എല്ലാരും ഇങ്ങനെ പറഞ്ഞെടുത്ത് എന്റെ ഗതി അതോ ഗതിയാവും. നീ പേടിക്കണ്ട. എന്റെ പേരെന്തുവാ? എന്നാ ഞാൻ ഏറ്റു. എനിക്ക് ആ ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ. അത് മതി. എന്തോ ആശാരം മുങ്ങി തപ്പുന്നത്? ഒന്നുമില്ല. എന്നാലും നമ്മുടെ കൊച്ചൂർ പാശാന്റെ മോതിരെ വെള്ളത്തിൽ പോയി. മോതിരമോ? ഗോപാല, കൃഷ്ണ, നാരായണ, ഓടി വാടാ. ഒറ്റ ഇങ്ങോട്ടൊന്നും വരില്ല. അവിടെ കുളത്തിൽ കിടന്ന് തപ്പുന്നേ ഉള്ളൂ. എന്താ സിന്ദൂര. ഞാൻ പോട്ടെ. ഇതിനെ കുളത്തിൽ കെട്ടിക്കൊണ്ട് വരാം. ആരാണ് കിട്ടിയാൽ എന്റെ തന്നെ പശുവേ, എന്തോ എന്താ തപ്പുന്നേ? അങ്ങനെ മോതിരം. അയ്യോ, അത് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഇനി കേറിപ്പോരെ. ഇയാളെ കാണുന്നില്ലോടാ. പിടിച്ചോളിണ്ട. എടി മാലേ, നീയൊക്കെ കൊയ്തില്ലെങ്കിൽ വേണ്ടടി. കൊച്ചങ്ങൊന്ന് കൊയ്ക്കാൻ വേറെ ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഇറങ്ങി കൊയ്യൻ. അങ്ങനെ ഇറങ്ങി കൊയ്യാൻ ഒക്കത്തില്ല. വർഷങ്ങളായി ഇവിടുത്തെ കൊയ്ത്ത് മുഴുവൻ നടത്തുന്ന ഞങ്ങളാ. പോയിടാ അവിടുന്ന്. ഇറങ്ങി കൊയ്യിലടാ. ആരെങ്കിലും വയലിറങ്ങിയാൽ കാലി വെട്ടിക്കളയും. എടാ സുരേന്ദ്ര, പോ വീട്ടില്. അച്ഛനിത് ഇടപെടേണ്ട. പിന്നെ ഞങ്ങളും നിങ്ങളും തൊഴിലാളികളാണ്. ഈ പതിവ് തൊഴിലാളികൾ കുറച്ച് നെല്ല് കൂടുതൽ ചോദിച്ചത് കൊണ്ടാണ് കരിങ്കാലിപ്പണിക്ക് നിങ്ങളെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. എടാ, നിലം എന്റെയാ. എനിക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് കൊയ്യിക്കും. കൊയ്യിച്ചാ മാത്രം പോരാ, ന്യായമായ കൂലിയും കൊടുക്കണം. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ നോക്കിക്കോളാം. ഇറങ്ങി കൊയ്യിടാ. ഇവൻ എന്ത് ചെയ്യും നോക്കട്ടെ. ചങ്ങാതിമാരെ, നിങ്ങൾ കൊയ്യാൻ വയലിറങ്ങിയാൽ ഞങ്ങൾ തടയും. നമ്മൾ തമ്മിൽ തല്ലുണ്ടായാല് നിങ്ങൾ കുറെ പേര് ആസ്പത്രിയിലാകും, ഞങ്ങളും കുറെ പേര് ആസ്പത്രിയിലാകും. കുറെ പേര് പോലീസ് സ്റ്റേഷനിൽ പോകും. ജാമ്യത്തിലെക്കാൻ ഇവരാരും വരാനും പോകുന്നില്ല. അതുകൊണ്ട് വളരെ ആലോചിച്ച് തീരുമാനിക്കുന്നതാണ് നല്ലത്. സാറേ, ഇവിടെ കൊയ്യാൻ ആളില്ലെന്ന് പറഞ്ഞാൽ നമ്മളെ വിളിച്ചോണ്ടുവന്നത്. കാര്യം ഇതാണെന്ന് നമുക്കറിയാൻ പാടില്ലായിരുന്നു. വരീൻ, നമുക്ക് പോവാം. അയ്യോ അയ്യോ, നിങ്ങൾ അങ്ങനെ പോകരുത്. പറഞ്ഞതിന്റെ ഇരട്ടി കൂലി തരാം. പക്ഷെ ആ കൂലി ഇവർക്ക് കൊടുത്തുകൂടെ? നീ എന്തോ പറഞ്ഞടാ? ഇവർക്ക് കൊടുക്കാൻ പാടില്ലെന്നാ. നിന്റെ തന്ത കൊടുക്കും. ഒരുത്തരം കൊയ്യണ്ടടാ. വിളഞ്ഞ് നെല്ല് വയലിൽ കിടന്ന് ഒരു പോക്ക് പോട്ടെ. അതിന് ഞങ്ങൾ സമ്മതിക്കും. നിലം നിങ്ങളുടേതാണെങ്കിലും നെല്ല് വിളയിച്ചത് പാവപ്പെട്ട ഞങ്ങളാണ്. ഞങ്ങൾ കൊയ്യും, ന്യായമായ കൂലി ഞങ്ങൾ എടുത്തുകൊണ്ട് ബാക്കി അവിടെ കൊണ്ട് തരികയും ചെയ്യും. വേണ ബാബു. എടാ സുരേന്ദ്ര,
ഇതിനേക്കാൾ ഭേദം നിനക്ക് എന്റെ തല കൊയ്യായിരുന്നു. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? വരണം, നമുക്ക് കൊയ്യാം. നീ എന്തോ പറഞ്ഞു? എന്നോട് കൊയ്യാനോ? അതിന് നിന്റെ തന്ത കൊയ്യും. അങ്ങുന്നേ ആ, നിങ്ങൾ ഇറങ്ങി കൊയ്യും. അങ്ങുന്നേ ആ താന്തോന്നി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങുന്നേ ഓ, എന്റെ മോന്റെ മുമ്പ് ഞങ്ങൾ തോറ്റുപോകുന്നതാണെന്ന് താൻ വിചാരിക്കരുത്. എടാ, എന്റെ നിലം കൊയ്യുന്ന ആരാണ് തീരുമാനിക്കാൻ? അവൻ ആരാ? അങ്ങനെ അവൻ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പി ചോദിക്കാം അങ്ങനോടും കുഞ്ഞിനോടും. നീ എന്നോട് മാപ്പി വയ്ക്കല്ലേ വേണ്ടത്? മോനെ നിലത്ത് നിൽക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ വയസ്സുകാലത്ത് അടി വാങ്ങിക്കുന്ന താനായിരിക്കും. അങ്ങനെ ഞാൻ വീട്ടിലോട്ടൊന്ന് ചെല്ലട്ടെ, എന്നിട്ട് കേട്ടോ കേൾവി. ബാലമുന്നേ, എന്താടി? ഇന്നലത്തെ കക്കയുടെ കാശ് തന്നിട്ടില്ല. ഞാൻ കക്കാച്ചൂള ഇട്ടിരിക്കുന്നത് എന്റെ ഭാര്യ വീട്ടുകാർക്ക് വലിയ ആക്ഷേപമാണെന്ന് കേട്ടല്ലോ. ഓ, ഞാനൊന്നും കേട്ടില്ല. നീ അവരുടെ പാർട്ടിയല്ലേ? സത്യം പറ. പറഞ്ഞാൽ എന്താ? നല്ല തറവാട്ടി പറഞ്ഞ കുഞ്ഞ് എല്ലാം വിറ്റും പിടിച്ചിട്ട് ഈ ജോലി ചെന്ന് വല്ല കാര്യമുണ്ടോ? ജീവിക്കാൻ വേണ്ടി ഞാൻ ഏത് ജോലിയും ചെയ്യൂടി. ഓ, ചെയ്തൊരു ഭാര്യ ഉണ്ടായിരുന്നു, ഉപേക്ഷിച്ചല്ലോ. എടീ, ഭാര്യയല്ല, എന്റെ തന്തയായാലും ശരി, എന്നോട് പിണങ്ങിയാൽ ഞാനും പിണങ്ങും. എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട. നീ പോയി നിന്റെ ജോലി നോക്ക്. അമ്മേ, അമ്മേ, എന്താടാ മോനെ? വിശക്കുന്നമ്മേ. ശാന്തയോട് ചോറ് കൊണ്ടു തരാൻ പറ. ആഹാ, പെങ്ങള് വിളമ്പി തന്നാലേ എനക്ക് വിശപ്പ് തീരത്തുള്ളൂ. നീ അങ്ങോട്ട് ഇരിക്കുക, ഞാൻ വിളമ്പി തരാം. അയ്യോ, അമ്മ ഇഴഞ്ഞിഴഞ്ഞ് ചോറ് വിളമ്പാൻ തുടങ്ങിയാലേ എനിക്ക് സമയത്ത് ആഹാരം കഴിച്ചിട്ടൊന്നും പോകാൻ പറ്റൂല. അമ്മയ്ക്ക് വയസ്സും പ്രായമൊക്കെ ആയില്ലേടാ മോനെ. ഇനി ഇപ്പൊ ഇഴഞ്ഞും വരിഞ്ഞും ഒക്കെ നടക്കാൻ പറ്റും. നീ ഒരു കാര്യം ചെയ്യും, എവിടെങ്കിലും പോയി ഈ പറക്കുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ടോ. അങ്ങനെയല്ലയോ അമ്മ ഞാൻ പോയിരുന്നത്. പക്ഷെ പെണ്ണ് ചിറക് മുളച്ചില്ല, ഞാനിങ്ങ് പോന്നു. മതി മതി, അങ്ങോട്ട് ഇരിക്കെ, ഞാൻ ചോറ് വിളമ്പിക്കൊണ്ടുവരാം. ചേട്ടാ, എന്ത് വേണം? ഒന്ന് കാണാൻ വന്നതാ. നീ എന്തിനാ എന്നെ കാണുന്നത്? ഇന്ന് നമ്മുടെ കല്യാണം നടന്ന ദിവസമല്ലേ? എടീ, നമ്മുടെ കല്യാണത്തിന്റെ ദിവസത്തേക്കാൾ എനിക്ക് കൂടുതൽ ഓർമ്മ നിന്റെ ചേട്ടൻ വന്ന് നിന്നെ വിളിച്ചോണ്ട് പോയ ദിവസം. ചേട്ടന്റെ മുമ്പിൽ തന്നെ തല്ലിയിട്ടല്ലേ വിളിച്ചോണ്ട് പോയത്? അതിനെന്താ, നീ നിന്റെ കൊട്ടാരത്തിൽ തന്നെ കഴിഞ്ഞു. ഇന്ന് സന്തോഷമായിട്ടൊരു വാക്കെങ്കിലും പറയുന്നത് കേൾക്കാനാണ് ഞാൻ വന്നത്. പൊടി എവിടുന്നു? മേലാ നീ ഇവിടെ വന്നു പോരുത്. ഇല്ല, എന്നെ തല്ലിക്കൊന്നാലും ശരി, ഞാൻ ചേട്ടനെ കാണാൻ ഇവിടെ വരും. എടി, നിന്നോട് പോകാനാ പറഞ്ഞത്. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. പൊടി എവിടുന്നു? എടി, പോകാനാ പറഞ്ഞത്. ശാന്ത എവിടെ പോയമ്മേ? അവളെവിടം വരെ പോയി മോനെ? എവിടെ പോയെന്നാ ചോദിച്ചത്? ഇന്ന് ചിങ്ങമാസം 15 തീയതി. അതിന് 4 വർഷത്തിന് മുൻപ് ഇതേ ദിവസം ഈ വീട്ടിൽ എന്താണ് നടന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? പിന്നെ ഓർമ്മയില്ലേ? ശാന്തയുടെ വിവാഹം. ബാലൻ അവളോട് പിണക്കമാണെങ്കിലും അവൾക്ക് ഇന്ന് അവനെ ഒന്ന് കാണണമെന്ന് തോന്നി. അതുകൊണ്ട് അവള് ചൂളയിലേക്ക് പോയിരിക്കും. അമ്മേ, അവൾ പോയതാണോ അതോ അമ്മ പറഞ്ഞയച്ചതാണോ? അവള് പോയതാണോ? അവന്റെ ഇടിയും തൊഴിയും കൊണ്ട് അവൾക്ക് മതിയായില്ലല്ലേ? ഇടിച്ചാലും തൊഴിച്ചാലും അവനവളുടെ ഭർത്താവല്ലേ? ഭർത്താവ്? അവൻ മനുഷ്യനാണോ അമ്മേ? 6 മാസം ഇവൾ അവനോട് സ്വൈരമായി ജീവിച്ചിട്ടുണ്ട്. പ്രാണഭയന്നില്ല അവൾ ഇങ്ങോട്ട് ഓടിപ്പോന്നത്. എന്നിട്ടിപ്പോ അവനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയിരിക്കുന്നു. മോനെ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവക്ക് ഇപ്പോഴും അവനോട് സ്നേഹമുണ്ട്. സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? തല്ലി പഠിപ്പിച്ചില്ലേ ഇങ്ങോട്ട് അയച്ചത്? അമ്മേ, അവൾ അവളുടെ ഇഷ്ടത്തിന് വെളിയിൽ പോയിരിക്കില്ലേ അവനെ കാണാൻ? ഇനി തിരിച്ചു വന്നാൽ അതിനകത്ത് കയറ്റി പോകരുത്. ശാന്തേ, ഇവിടെ വരൂ. നീ എവിടെ പോയിരുന്നു? അമ്പലത്തിലേക്ക്. എന്നിട്ട് ദൈവത്തെ കണ്ടോ? ഇല്ല, ഞാൻ ചെന്നപ്പോൾ നടയടച്ചു കഴിഞ്ഞു. ഇനി നീ കാണാൻ പോയ ദൈവത്തെ അല്ല, പിശാചിനെയാണ്. എനിക്ക് മാപ്പ് തരൂ ചേട്ടാ, എനിക്ക് മാപ്പ് തരൂ. ശാന്തേ, എഴുന്നേക്കൂ. നിന്നോട് അവനെ കാണാൻ പോകരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നേ. പറഞ്ഞു. എന്നിട്ട് എന്തിനു പോയി? ചേട്ടാ, എന്നോട് എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്താലും എനിക്ക് ആ മനുഷ്യനെ വെറുക്കാൻ കഴിയുമോ ചേട്ടാ? ശാന്തേ, ഇങ്ങോട്ട് നോക്ക്. അവന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ
നീ ആത്മഹത്യക്കുരുങ്ങുമ്പോഴാണ് നിന്നെ അവിടെ നിന്ന് ഞാൻ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. അവനോടൊത്ത് നിനക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവനിവിടെ വരണം. അവൻ ചെയ്ത ഓരോ ദുഷ്പ്രവൃത്തിക്കും നിന്റെ